നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. പലരും ഡിവോഴ്സിനെ പറ്റി ഡൗട്ട് ചോദിക്കാറുണ്ട്. ഡിവോഴ്സിനെ വളരെ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഡിവോഴ്സ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ്. അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാരേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കാം, പക്ഷെ ഡിവോഴ്സ് എന്ന് പറയുന്നത് കോടതി മുഖാന്തരം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊരു ധാരണ എപ്പോഴും ഡിവോഴ്സിന്റെ കാര്യത്തിൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ, ഡിവോഴ്സ് കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും കുട്ടികളെയാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഡിവോഴ്സ് എന്ന പ്രക്രിയയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ചിലരും പരസ്പരം ഇനി ഒരു രീതിയിലും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളത് ഡിവോഴ്സ് ചെയ്യുക തന്നെ വേണം, അല്ലെ? അപ്പൊ ആ ഒത്തുചേർന്ന് പോകാൻ പറ്റത്തില്ല പരസ്പരം എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേച്ചും കരിവാരി തേച്ചും ഒരുപാട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും ഒക്കെ കേസ് നടത്തി, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു പോകുന്ന ഡിവോഴ്സ് പ്രോസസ്സുകളെ പറ്റി അറിയാം. അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇതിൽ ഏതാ ബെറ്റർ എന്ന്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ, പരസ്പരം ഒത്തുചേർന്ന് പോവാൻ കഴിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. ഒരു ചർച്ചയിൽ എത്തി പരസ്പരം മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ സമയമാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, അതായത് നമുക്ക് കേസ് ഒരുപാട് സമയം നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കാറുണ്ട്, അല്ലെ? അതിലെല്ലാം തന്നെയാണെങ്കിലും മികച്ചതായിട്ടുള്ളത് മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ്. അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ പലരും ഡൗട്ട് ചോദിക്കുന്ന രണ്ട് കാര്യത്തെ പറ്റിയിട്ടും കൂടി ഞാൻ മെൻഷൻ ചെയ്യാം. മ്യൂച്വൽ ഡിവോഴ്സ് രണ്ട് വക്കീലന്മാരെ വെച്ച് നടത്തണോ, രണ്ട് കക്ഷികൾക്കും രണ്ട് വക്കീലന്മാരെ വെച്ച് നടത്തണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. രണ്ട് കക്ഷികളോട് കൂടി ഒരു വക്കീലാണെങ്കിൽ മതി, ഒരു പ്രശ്നവുമില്ല. മ്യൂച്വൽ ഡിവോഴ്സ് നടത്തിയെടുക്കാവുന്നതാണ്. ഇനി മ്യൂച്വൽ ഡിവോഴ്സ് രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്ത് പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് പരസ്പരം പിരിയണം എന്നായിരുന്നു. പക്ഷെ പോകെ ഇതിൽ ഒരാൾക്ക് പിരിയണ്ട എന്നാണ് എങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റും. അതിൽ ഒരാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കോടതി കേസ് ഡിസ്മിസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കേണ്ട. മറ്റേ ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ കണ്ടസ്റ്റന്റ് ഡിവോഴ്സ് ആയിട്ട് പോയിക്കോട്ടെ. നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ, പിരിയാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.